ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. മോട്ടോ G85 5G എന്ന മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണ്, നല്ല സ്ലിം ആയിട്ടുള്ള ഫോൺ, അതും കർവ്ഡ് ഡിസ്പ്ലേയിലൊക്കെയാണ് വരുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് വരുന്ന ഫോണാണിത്. നല്ലൊരു പ്രൈസിനാണ് ഈ ഫോൺ വരുന്നത്. 18,000 രൂപയുടെ താഴെ മാത്രമുള്ള ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ വെർത്താണോ അല്ലേ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കാം. ഫോൺ ഇവിടെ മാറ്റി വെക്കാം, എന്നിട്ട് ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് എന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോണാണ് മുകളിലായിട്ടുള്ളത്, ഇവിടെ വെക്കാം. പിന്നെ യൂസർ മാനുവൽ, സിം അജക്റ്റിംഗ് ടൂള്, ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ, ടൈപ്പ് സി ടു USB ചാർജിങ് കേബിൾ. വേറെ ഒന്നും വരുന്നില്ല ബോക്സിൽ. അപ്പം ബോക്സിൽ നിന്ന് കിട്ടിയത് ഇങ്ങനെയാണ്. ഒരു സിലിക്കോൺ കവറൊക്കെ ഇട്ടിട്ടാണ് ഫോൺ ഉള്ളത്. ഇത് നോർമൽ കേസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫോൺ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ. മോട്ടോറോളൻ്റെ ഓൾമോസ്റ്റ് ഡിസൈനും ഇതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ മൊഡ്യൂളും ക്യാമറ ഇരിക്കുന്ന ഭാഗമൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും ഇതേപോലെ തന്നെയാണ് വരാറ്. ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് പ്രീമിയം വേഗൻ ലെതർ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലെതർ ഫിനിഷാണ് ഇവിടെ വരുന്നത്. ഇവിടെ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എത്രമാത്രം ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നറിയില്ല. അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് അടയാളങ്ങളോ ഒന്നും വരാത്തൊരു ബോഡിയാണ് വരുന്നത്. പിന്നെ മോട്ടോറോളൻ്റെ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ക്യാമറ ആണ് വരുന്നത്. സൈഡൊക്കെ തന്നെ പ്ലാസ്റ്റിക് ആണ്, ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ, പിന്നെ വോളിയം വോക്കേഴ്സ്, പിന്നെ മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക്. റൈറ്റ് സൈഡിലായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. താഴെ ഭാഗത്തായിട്ട് സിം ട്രേ, മെയിൻ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മെമ്മറി കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. നല്ല സ്ലിം ആയിട്ടുള്ള ഫോണാണ്. 7.59 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. നല്ല സ്ലിം ആണ്. അതുപോലെ തന്നെ 170 ഗ്രാം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഭാരവും വരുന്നത്. അപ്പോൾ കയ്യിലൊക്കെ പിടിക്കുന്ന സമയത്ത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. നീളം കൂടിയിട്ടുള്ള വീതി കുറഞ്ഞിട്ടുള്ള ഒരു ഫോണ്. അപ്പോൾ ടോട്ടലി ഫോണിൻ്റെ ലുക്കൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കിട്ടുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന 3D കർവ്ഡ് POLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ക്യാമറ ആണ് ഉള്ളത്. തീരെ ബസലില്ലാത്ത ഡിസ്പ്ലേ, ഫുൾ ബസൽലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ 1600 nits ആണ് ഇതിന്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളത്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നമുക്കറിയാം, ഇങ്ങനെ വരുന്ന കർവ്ഡ് ഫോണുകളിലൊക്കെ തന്നെ നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ കിട്ടാറുണ്ട്. ഇതിലും അതേപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ടച്ചിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ആവുന്നത്. നല്ല സ്മൂത്ത് ഉണ്ട് ഡിസ്പ്ലേ. പിന്നെ IP52 വാട്ടർ റേറ്റിംഗും ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ഈ ഒരു പ്രൈസിന് ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിന് കിട്ടുന്നത്. നല്ല അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്. ഇനി Android 14 Allo UI ആണ് വരുന്നത്. പിന്നെ Qualcomm Snapdragon 6X 3 Gen പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5G പ്രോസസ്സറാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ഒരു ഫോണ് ഗെയിമിങ്ങിന് വേണ്ടി വന്നിട്ടുള്ള ഫോണല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗെയിംസൊക്കെ നമുക്കിതിൽ കളിക്കാം. പിന്നെ ഡിസ്പ്ലേയിൽ അത്യാവശ്യം നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതിൽ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, ഗ്രാഫിക്സ് അത്ര പോരാ. പിന്നെ കർവ്ഡ് ഫോണുകളിലൊക്കെ ഗെയിം കളിക്കുന്ന സമയത്ത് അത്ര ഒരു സുഖമൊന്നുമില്ല കളിക്കാൻ. നോർമലി കർവല്ലാത്ത ഫോണിൽ കളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേഷനും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. 2 വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. നമ്മൾ കയ്യിലുള്ളത് 12GB ആൻഡ് 256GB ആണ്. അതുപോലെ തന്നെ 8GB ആൻഡ് 128GB ഈ ഫോൺ വരുന്നുണ്ട്. പിന്നെ റാം ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. 4GB ആണ് മാക്സിമം നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ടോട്ടലി 16GB ആയിട്ട് കിട്ടും. അത് നമുക്കിവിടെ 4GB 6GB 8GB 12GB അങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോയിലും വെക്കാം. ഓട്ടോയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 16GB എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള 12GB ആൻഡ് 256GBന്റെ പ്രൈസ് UAE വരുന്നത് 949 dirhams ആണ്. ഇന്ത്യയിൽ ഏകദേശം 19,999 രൂപ ആണുള്ളത്. പിന്നെ 12GB ആൻഡ് 128GBന്റെ പ്രൈസ് നമുക്ക് UAE കിട്ടിയിട്ടില്ല അതുവരെയായിട്ടും. ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 799 dirhams ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇതിന് വരുന്നത് 17,999 രൂപയാണ്. ഇത്രയും നോക്കിയതിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്രൈസിന്. എന്തായാലും ഫോണിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫോണിൽ വരുന്നത് 2 ക്യാമറ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 50 മെഗാ ഒരു മെയിൻ സെൻസർ, 8 മെഗാ ഒരു അൾട്രാ വൈഡ് ക്യാമറ, ഇതിൽ തന്നെ മാക്രോ ക്യാമറയും കിട്ടും. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കിട്ടുന്നുണ്ട്. 32 മെഗാ പിക്സലിലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഫുൾ HDയിൽ 30 and 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇതിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോ മാക്സിമം. അപ്പോൾ ഇതിലെ ക്യാമറ സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോട്ടോസിൻ്റെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം.
അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പോർട്രേറ്റ് നമുക്ക് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലറായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് ക്വാളിറ്റിയാണ് ക്യാമറയിൽ കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം എത്രമാത്രം ഉണ്ടെന്ന്, സൗണ്ടിൻ്റെ ക്വാളിറ്റിയും. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരെ ഷേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് വീഡിയോ കിട്ടുന്നുണ്ട്. സൂപ്പർ. സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഷേക്കൊന്നും കൂടാതെ നല്ല വീഡിയോ കിട്ടുന്നുണ്ട്. റിയർ ക്യാമറയിലും സെൽഫി ക്യാമറയിലും പോർട്രേറ്റിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് അടിപൊളിയാണ്. ചില സെൽഫി ഫോട്ടോസിൽ നമുക്കൊരു ഫോഗൊക്കെ വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ക്വാളിറ്റി ഫോട്ടോ സെൽഫിയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് എടുക്കുന്നത്. ഇപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം എത്രമാത്രം ഉണ്ടെന്ന്. അതുപോലെ സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാം. ഇത് ഞാൻ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഓഫ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ ചെറിയ ഷേക്കൊക്കെ വരുന്നുണ്ട്, അത് ഓൺ ആക്കിയിട്ടും കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റെബിലൈസേഷന് ഓൺ ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ നിന്ന് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കിട്ടുന്നത്. സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കുന്ന സമയത്ത് നേരത്തെ നമുക്ക് കുറച്ച് വൈഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വന്ന വീഡിയോ. അപ്പോൾ നേരത്തെ വീഡിയോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചെറിയ ഷേക്കൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്, കാരണം സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയതുകൊണ്ട്. നേരത്തെ ചെറിയ ഷേക്കൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയിൽ, അതൊക്കെ പോയിട്ടുണ്ട്. വീഡിയോയിൽ ക്വാളിറ്റി ഒക്കെ സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ മോഷന് വീഡിയോയിൽ നമുക്ക് മാക്രോ വീഡിയോ എടുക്കാം, അൾട്രാ വൈഡ് 1x 2x, പിന്നെ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി ഓഫ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഫിൽറ്റർ മോഡൊന്നും കൊടുത്തിട്ടില്ല ഇതിൽ. പിന്നെ ഫോട്ടോയിൽ നമുക്ക് ഫിൽറ്റർ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ മാക്രോ ഫോട്ടോ എടുക്കാം, അൾട്രാ വൈഡ് 1x 2x മാക്സിമം 10x വരെ. പിന്നെ പോർട്രേറ്റിൽ നമുക്ക് എത്ര ബ്ലർ വേണമെന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോ മോഡിൽ വൈറ്റ് ബാലൻസ് ISO അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അൾട്രാ വൈഡിലും മാക്രോയിലും എടുക്കാൻ പറ്റും. പിന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സ്കാന്, സ്പോട്ട് കളർ, നൈറ്റ് വിഷൻ, പനോരമ, അൾട്രാ റേസ്, ഡുവൽ ക്യാപ്ചർ, പിന്നെ ഫോട്ടോ ബൂത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4 ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും. ആ 4 ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രെയിം ആയിട്ട് തരും, അതിന് വേണ്ടിയിട്ടുള്ളതാണത്. അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എത്രമാത്രം ലൗഡ് ഉണ്ടെന്ന്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്, ഐറിസ് സൗണ്ട് ആണ് വരുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് സൗണ്ടിന്റെ എല്ലാ സംഭവങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും സൗണ്ടിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കി നോക്കാം. നല്ല ലൗഡ് സൗണ്ടും നല്ല ക്ലിയർ സൗണ്ടാണ്. സൗണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇനി ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കാണ് സെക്യൂരിറ്റി ലോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഫിംഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് ലോക്കൊക്കെ വളരെ സെക്കൻഡ് കൊണ്ട് തന്നെയാണ് സെൻസ് ആവുന്നത്. ജസ്റ്റ് ഫിംഗർ ഇങ്ങനെ ടച്ച് ആവുന്ന തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ ആണെങ്കിലും ഫേസ് ലോക്ക് ആണെങ്കിലും നല്ല സ്പീഡിലാണ് വർക്ക് ആവുന്നത്, യാതൊരു ഡിലേ ഒന്നുമില്ല. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിയർ ബൈ ഷെയർ, NFC വരുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡിങ്, സ്ക്രീൻ കാസ്റ്റിങ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഫോണിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ കൂടെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 33 വാട്ട് എന്നുള്ളത് കുറച്ച് കുറഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. ഒരു 45 or 65 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ ഫോണിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വന്നിട്ടുള്ള ഒരു ഫോൺ തന്നെയാണിത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, നല്ല കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ സൈഡ് ടോട്ടലി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഡിസൈൻ നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ്, നല്ല സ്ലിം ആയിട്ടുള്ള ഫോണാണ്. അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കയ്യിൽ പിടിക്കുന്ന സമയത്ത്. 5G ഫോണാണ് വരുന്നത്. പ്രൊസസ്സർ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്രൊസസ്സർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വലിയ റാം ആൻഡ് സ്റ്റോറേജും കിട്ടുന്നുണ്ട്. പിന്നെ സൗണ്ടിന്റെ ക്വാളിറ്റി പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നേരത്തെ നമ്മൾ കേട്ടു, നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം 4K റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറേ അതിൽ കൊടുത്തിട്ടുള്ളൂ.
അത് രണ്ട് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു 18,000 രൂപക്ക് എന്തുകൊണ്ടും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണിത്. നല്ല വെർത്തായിട്ടുള്ള ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ മോട്ടോ G85 5G എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ടെക് വീഡിയോസും കുറച്ച് ഫിഷിംഗ് വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടി വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.